ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 9 ആരോഗ്യം സമ്പത്ത് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനം 9ൽ 1 നമുക്ക് തുടങ്ങാം. സംഭാഷണമാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭാഷണം ഉണ്ടാക്കിയാലോ. കൊതിച്ചി കൊതുകിൻ്റെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമാക്കി എഴുതൂ. ഇതിൽ കുറച്ചേ ഇതിൽ തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറുമ്പനീച്ച, എനിക്ക് വിശക്കുന്നു. അപ്പോൾ നമ്മുടെ കൊതിച്ചി കൊതുക് എന്താണ് പറയുന്നത്? എൻ്റെ വിശപ്പ് മാറി. അപ്പോൾ കുറുമ്പനീച്ച ചോദിക്കുന്നത് എന്തായിരിക്കും? അതെങ്ങനെ? അപ്പോൾ കൊതിച്ചി കൊതുക് എന്തു പറഞ്ഞു? ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി, നല്ല രുചിയുള്ള ചോര. അപ്പോഴേക്കും വീണ്ടും നമ്മുടെ കുറുമ്പനീച്ച പറയാണ്, അയ്യോ വിശക്കുന്നേ. ഓക്കെ, ഇനി പ്രവർത്തനം 9ൽ 2 കത്തെഴുതാം. നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതൂ. ഞങ്ങൾ 2ാം ക്ലാസ്സുകാരാണ് അല്ലേ? നിങ്ങൾ 2ാം ക്ലാസ്സുകാരാണ് ഈ കത്തെഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീയതിയാണ് എഴുതേണ്ടത്. ഏത് ദിവസമാണ് നമ്മൾ കത്തെഴുതുന്നത് ആ തീയതി എഴുതുക. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരും എഴുതണം. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്ക്, ഞങ്ങൾ 2ാം ക്ലാസ്സുകാരാണ്. ഇന്ന് അടുക്കള ഞങ്ങൾ സന്ദർശിച്ചു. പാചകം ചെയ്യുന്ന ചേച്ചി തലയിൽ തൊപ്പിയും ഏപ്രണും ധരിച്ച് വൃത്തിയായാണ് പാചകം ചെയ്യുന്നത്. അടുക്കളയിൽ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. പിന്നെ പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട്. പാചകം ചെയ്തതെല്ലാം പാത്രങ്ങളിലാക്കി അടച്ച് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെ അടുക്കളയിൽ നിന്നും ഇറങ്ങി. ഞങ്ങൾക്ക് വൃത്തിയുള്ളതും രുചിയുള്ളതുമായ ഭക്ഷണം നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് ക്ലാസ് ലീഡർ, 2ാം ക്ലാസ് ലീഡറാണ് ഈ കത്ത് എഴുതുന്നത്. അടുത്തതായിട്ട് പ്രവർത്തനം 9ൽ 3 നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ശുചിത്വശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ. നമ്മൾ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ ശുചിത്വശീലങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് ആദ്യം എഴുതുക. നാരങ്ങ വെള്ളം. ആവശ്യമായ സാധനങ്ങൾ: നാരങ്ങ, വെള്ളം, പഞ്ചസാര. വൃത്തിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. പാത്രം കഴുകണം എന്ന് നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ നമ്മൾ അതിനാണ് വൃത്തിയുള്ള പാത്രത്തിൽ എന്ന് പറഞ്ഞത്. വൃത്തിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതിലേക്ക് നാരങ്ങ കഴുകി അതിൻ്റെ നീരെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. നന്നായി ഇളക്കുക. പാത്രവും സ്പൂണും കൈകളും നന്നായി കഴുകിയിരിക്കണം. പ്രവർത്തനം 9ൽ 4 ഒന്നിച്ചു ചൊല്ലാം. താനാതെന്തിന്നാനാ താനാതെന്തിന്നാനാ, വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം. താനാതെന്തിന്നാനാ താനാതെന്തിന്നാനാ, മുഖം കഴുകണം, വായ കഴുകണം. താനാതെന്തിന്നാനാ താനാതെന്തിന്നാനാ, കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം. താനാതെന്തിന്നാനാ താനാതെന്തിന്നാനാ, നഖം മുറിക്കണം, നിത്യം കുളിക്കണം. താനാതെന്തിന്നാനാ താനാതെന്തിന്നാനാ,
വഴിയിൽ തുപ്പരുതേ, വലിച്ചെറിയരുതേ. വൃത്തിയായിട്ടുറങ്ങാം, വൃത്തിയായിട്ടുണരാം, വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. താനാതെന്തിന്നാനാ, 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 താനാതെന്തിന്നാനാ. ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം. ഇതിൽ നഖം മുറിക്കണം, നിത്യം കുളിക്കണം എന്ന വരിയാണ് ഈ ചിത്രത്തിന് യോജിച്ചത്. അടുത്ത ചിത്രത്തിന് യോജിച്ച വരി ഏതാണ്? വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം. ആ വരി നമുക്ക് ഇവിടേക്ക് എടുത്തെഴുതാം. അടുത്തതായിട്ട് ചപ്പ് ചവറുകളൊക്കെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടുന്ന ചിത്രമാണ്. അപ്പം അതിവിടെ ഉണ്ട് അല്ലേ? വഴിയിൽ തുപ്പരുതേ, വലിച്ചെറിയരുതേ എന്നുള്ള ആ വരി നമുക്കിവിടെ എഴുതി കൊടുക്കാം. അടുത്തത് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുകയാണ്. അതിനിവിടെ ഏതാണ് വരികൾ? കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകണം. ആ വരികൾ നമുക്ക് അവിടുന്ന് എടുത്ത് എഴുതാം. ഇനി അടുത്തതായിട്ട് പ്രവർത്തനം 9-5 രോഗങ്ങൾ ഏതെല്ലാം? നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ? വൈറൽ പനി, മഞ്ഞപ്പിത്തം, ജലദോഷം, തലവേദന, വയറുവേദന, വയറിളക്കം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിങ്ങനെ. പിന്നെ അടുത്തതായിട്ട് പ്രവർത്തനം 9-6 അഭിമുഖം നടത്താം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള സംശയങ്ങളും അറിയാനുള്ള കാര്യങ്ങളുമാണ് നമ്മളിവിടെ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലേ? അപ്പോൾ നമുക്കത് ചോദിക്കാം ഡോക്ടറോട്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ. അതിലൊന്ന്, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാൽ എന്താണ്? 2, ഇത് വരാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്? 3, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴ കൊള്ളരുത്, വെയിൽ കൊള്ളരുത് എന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഇതിൽ വല്ല കാര്യവുമുണ്ടോ? അടുത്തത് 5, ഞങ്ങൾക്ക് മധുര പലഹാരങ്ങളും ബേക്കറി പലഹാരങ്ങളും ഒക്കെ വളരെ ഇഷ്ടമാണ്. അത് അധികം കഴിക്കരുത് എന്ന് പറയാറുണ്ട്. എന്നും കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ ചോദിക്കാം. ഡോക്ടറുടെ ഉത്തരവും കേൾക്കാം. അടുത്തതായിട്ട് നോട്ടീസ് തയ്യാറാക്കാം. പ്രവർത്തനം 9-7 നോട്ടീസ് തയ്യാറാക്കാം. ആമ്പൽക്കടവ് LPS പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം. കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം 5/6/2025 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്കൂളിലെ ഔഷധത്തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ, പരിസ്ഥിതി ക്ലബ്ബ്. നോട്ടീസ് വായിച്ചല്ലോ. നിങ്ങൾ നടത്തുന്ന ശുചിത്വ റാലിയെക്കുറിച്ച്, ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കും. ഇപ്പോൾ ഇവിടെ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത്, ഏത് ദിവസമാണ് നടത്തുന്നത്, ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ശുചിത്വ സന്ദേശ റാലി ഏത് ദിവസം, എത്ര മണിക്ക്, എങ്ങനെ, എവിടെ വെച്ച് നടത്താണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെയാണ് നമ്മളിവിടെ ഇതിൽ പറയേണ്ടത്. അപ്പോൾ എന്താണ് ശുചിത്വ സന്ദേശ റാലി എന്ന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൽ ശുചിത്വ പ്രാധാന്യത്തോടനുബന്ധിച്ച് 27/11/2025 രാവിലെ 10 മണിക്ക് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലുമായി ശുചിത്വ സന്ദേശ റാലി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരെയും റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 9ാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പാഠം സിംഹരാജനും മാൻകുഞ്ഞും എന്ന പാഠഭാഗവുമായി കാണാം. ഓക്കെ, ബൈ.